നമസ്കാരം. ട്രംപിന് ഇറാനിയൻ കോടതികളിൽ വിചാരണ. ഇറാനിലേക്ക് ജനപ്രവാഹം. മൊജ്തബ ഖമേനി എവിടെ? ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമാധികാര നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിപുലമായിട്ടുള്ള ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾക്ക് രാജ്യം ഒരുങ്ങുമ്പോൾ പുതിയ നേതാവും ഖമേനിയുടെ മകനുമായിട്ടുള്ള മൊജ്തബ ഖമേനി ആദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ എന്ന ചോദ്യമായിട്ട് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ട് 4 മാസം പിന്നിടുമ്പോഴാണ് രാജ്യം വൻ വിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ ടെഹ്റാനിലും കോമിലുമൊക്കെ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ജൂലൈ 9 മഷാദിലാണ് സംസ്കാരം നടക്കുക. എന്നാൽ നിലവിൽ എല്ലാവരുടെയും ശ്രദ്ധ പുതിയ നേതാവായിട്ടുള്ള 56-കാരൻ മൊജ്തബ ഖമേനിയിലാണ്. പിതാവ് കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ മൊജ്തബയ്ക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തിന് ഗുരുതരമായിട്ടുള്ള വൈരൂപ്യവും കാലുകൾക്ക് പരിക്കേറ്റതുമായിട്ട് ഇറാൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അധികാരമേറ്റ ശേഷം ഇതുവരെ അദ്ദേഹം പൊതുവേദിയിലോ വീഡിയോയിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരുന്ന പ്രസ്താവനകളെല്ലാം സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർത്താ അവതാരകരാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ അസാന്നിധ്യം ഇറാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്കും കിംവദന്തികൾക്കും കാരണമായിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാലാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് എന്നാണ് ഭരണകൂട അനുകൂലികളുടെ വാദം. മുസ്തഫ മാനസികമായിട്ട് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും ഓഡിയോ ലിങ്കുകൾ വഴി പ്രധാന തീരുമാനങ്ങൾ പങ്കാളികൾ ആകാറുണ്ട് എന്നുകൂടി അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ദേശീയ നീതിന്യായ വാരത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രസ്താവനയിൽ അലി ഖമേനിയുടെ പദത്തിന് കാരണക്കാരായിട്ടുള്ള അമേരിക്കൻ ഇസ്രായേൽ അധികൃതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ മൊജ്തബ ജുഡീഷ്യറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ പിതാവിന്റെ വിലാപയാത്രയിൽ മൊജ്തബ ഖമേനി പങ്കെടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും നേതൃത്വത്തെയും കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാക്കാനും അനുയായികൾക്ക് ആത്മവിശ്വാസം നൽകുവാനും സഹായിക്കും. നേരെ മറിച്ച് ഈ ചരിത്ര ചടങ്ങിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് ഇറാൻ ഭരണകൂടത്തിന്റെ സുരക്ഷാ ഭീഷണികളെയും ആഭ്യന്തര പ്രതിസന്ധികളെയും കുറിച്ചുള്ള ചർച്ചകൾ അത് ലോക തലത്തിൽ തന്നെ കൂടുതൽ ശക്തമാകും. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനിയൻ കോടതികളിൽ വിചാരണ ചെയ്യുന്നതിനായിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് കൈമാറണമെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധിയായിട്ടുള്ള ഹൊസൈൻ ശരിയാത്ത് മദാനി ആവശ്യപ്പെട്ടു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കീഴിലുള്ള കൈഹാൻ പത്രത്തിന്റെ തലവനാണ് അദ്ദേഹം. US-ഉമായുള്ള ചർച്ചകൾ ഇറാന്റെ പ്രധാനവും ആദ്യത്തെയുമായിട്ടുള്ള ആവശ്യം ഇതായിരിക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ചർച്ചകളിൽ പരമോന്നത നേതാവ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള ആദ്യപടി ട്രംപിനെ ഇറാനിലെ നീതിന്യായ അധികാരികൾക്ക് കൈമാറുവാൻ നിർബന്ധിക്കുക എന്നതാണ് എന്നുകൂടി അവർ പറയുന്നു. പ്രമുഖ മാധ്യമമായിട്ടുള്ള ഇറാൻ ഇന്റർനാഷണൽ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ട്രംപിനെ ഇറാനിയൻ കോടതികളിൽ വിചാരണ നടത്തണം എന്നുള്ള ഒരു ചിന്ത. ഇറാനിലേക്ക് ഇനി നാടുകടത്തപ്പെടേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിൽ ട്രംപ് ചെന്നെത്തപ്പെടുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഇറാൻ യുദ്ധം എന്ന് പറയപ്പെടുന്നതിന്റെ വിജയി ആരാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അമേരിക്കയാണ് എന്ന് ആർക്കും തുറന്നു പറയാൻ കഴിയില്ല. പക്ഷേ ഇറാനെ തളർത്തുവാനോ തകർക്കുവാനോ അമേരിക്കയ്ക്കായിട്ടുമില്ല.